സായിറാം കൂട്ടുകാരെ. കഴിഞ്ഞ എപ്പിസോഡിൽ കൊച്ചു സത്യം തുടങ്ങിയ പണ്ഡരി ഭജന സംഘത്തെ പറ്റി പറഞ്ഞത് ഓർക്കുന്നുണ്ടാകുമല്ലോ. ഒരിക്കൽ കുറച്ച് ഗ്രാമവാസികൾ പണ്ഡരി ഭജന സംഘത്തെ ഒരമ്പലത്തിൽ ഭജന പാടാനായി ക്ഷണിച്ചു. അവിടെ വച്ച് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. പ്രഹ്ലാദപ്രിയൻ. സത്യന്റെ ഭജന സംഘത്തെ ഗ്രാമീണർ കോവിലുകളിലേക്ക് ക്ഷണിക്കാറുണ്ട്. അവരുടെ ഭജന എല്ലാവരെയും ആകർഷിച്ചു. ഒരിക്കൽ സത്യന്റെ പണ്ഡരി ഭജന സംഘം പരിപാടിക്ക് പോയി. അന്ന് പാടിയത് പ്രഹ്ലാദന്റെ കഥയായിരുന്നു. ഹൃദയസ്പർശിയായ വിധം ഭക്തിസാന്ദ്രമായ ഭാവത്തോടെ സത്യൻ കഥ പറയാനും പാടാനും തുടങ്ങി. ഭക്തന്മാർ ഭഗവത് കഥാസുധയിൽ ലയിച്ചിരുന്നു. പ്രഹ്ലാദന്റെ പീഡനങ്ങൾ വർണ്ണിക്കുമ്പോൾ സത്യനാരായണനും വേദന കൊണ്ട് പുളയുന്നതുപോലെ എല്ലാവർക്കും തോന്നി. ആ വേദനയുടെ ഒരംശം കാണികളും അനുഭവിച്ചു. ഭഗവാൻ തന്നെ തൻ്റെ പ്രിയഭക്തന്റെ കഥ പറയുകയല്ലേ. പ്രഹ്ലാദകുമാരനെ ഹിരണ്യകശിപു വധിക്കാൻ ശ്രമിക്കുന്ന ഘട്ടമായി. ശ്രീനാരായണന് അടങ്ങിയിരിക്കാനാവാത്ത അവസ്ഥ. തൻ്റെ പ്രിയഭക്തനെ കൊല്ലാനൊരുങ്ങുന്ന അസുരന്റെ നേർക്ക് അവിടുന്ന് നരസിംഹാകൃതി പൂണ്ട് സ്തംഭത്തിൽ നിന്നും അലറി പുറത്തു ചാടുന്ന രംഗം സത്യൻ വർണ്ണിച്ചു തുടങ്ങി. ആ ഭാഗം പാടവേ സത്യനാരായണന്റെ കവിളുകൾ തുടുത്തു. പുരികക്കൊടികൾ അടക്കാനാവാത്ത കോപത്തിന്റെ പ്രതീകമെന്ന വണ്ണം വില്ലുപോലെ വളഞ്ഞു. നേത്രങ്ങൾ രക്തവർണമായി. പാടിക്കൊണ്ടിരുന്ന സത്യനാരായണൻ ഒരൊറ്റ അലർച്ച. വേദി നടുങ്ങി, സദസ്സു. സത്യൻ സിംഹം കണക്കെ വീണ്ടും അലറി. പലരും സത്യനെ കയറിപ്പിടിച്ചു. 8-10 മുതിർന്നയാളുകൾ പിടിച്ചിട്ടും കൊച്ചു സത്യനെ നിയന്ത്രിക്കാനായില്ല. ഗ്രാമവാസികൾ ഭയചകിതരായി. തൻ്റെ പ്രിയഭക്തനായ പ്രഹ്ലാദകുമാരൻ തിരുനാമം ജപിക്കുന്നതിന് വേണ്ടി സഹിച്ച യാതനകൾ ഓർത്തപ്പോൾ വിഭു സകലതും മറന്നു. ഭക്തജനദ്രോഹം കണിക പോലും ഈശ്വരന് സഹിക്കാനാവില്ല. സത്യനാരായണന്റെ ഭാവാവേശം കണ്ട് പലരും ഭയന്നോടി. മറ്റു ചിലരാകട്ടെ ഉച്ചത്തിൽ നാമജപം തുടങ്ങി. അപ്പോഴേക്കും ആരോ കർപ്പൂരം കൊളുത്തി സത്യനാരായണന് ആരതി ഒഴിഞ്ഞു. തിരുനാമജപം തുടർന്നു. ക്രമേണ സത്യനാരായണൻ പൂർവാവസ്ഥയിലായി. സമയം കിട്ടുമ്പോഴൊക്കെ സത്യൻ കുട്ടികൾക്ക് തത്വങ്ങൾ പറഞ്ഞു കൊടുക്കും. ഒരു വിശ്വാസത്തോടും വെറുപ്പുണ്ടാകരുത്. എല്ലാ മതവിശ്വാസങ്ങളെയും മാനിക്കണം. അവരുടെ ഉത്സവവേളകളിൽ പങ്കെടുക്കണം. അപ്പോൾ ഒരു പയ്യൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, രാജു, എൻ്റെ അച്ഛനും അമ്മയും അത് സമ്മതിക്കില്ല. ഞങ്ങൾ ബ്രാഹ്മണരാണ്. സത്യൻ പറഞ്ഞു, നാം മനുഷ്യരാണെന്ന് ആദ്യം അറിയുക. നമ്മുടെ മതം പ്രേമമാണ്, ജാതി മനുഷ്യജാതിയും. അതിനാൽ ഒരുമയാണ് ആവശ്യം. നമ്മുടെ ലക്ഷ്യവും അതുതന്നെ. ഇങ്ങനെ പലപ്പോഴും അഗാധമായ തത്വങ്ങൾ ലളിതമായി കൂട്ടുകാർക്ക് പകർന്നു കൊടുക്കുമായിരുന്നു. കുട്ടികൾക്കെല്ലാം കുഞ്ഞു സത്യൻ എല്ലാമായിരുന്നു. സത്യന്റെ ഓരോ വാക്കും അവർ അനുസരിച്ചിരുന്നു. ചിലപ്പോഴൊക്കെ കുട്ടികൾ തമ്മിൽ രാജുവിനെ ആര് കൂടുതൽ സ്നേഹിക്കുന്നു എന്ന കാര്യത്തിൽ മത്സരമായിരുന്നു. കുഞ്ഞു സത്യൻ കുട്ടികളിൽ മാത്രമല്ല മുതിർന്നവരിലും മാറ്റം വരുത്തിയിരുന്നു. അതെങ്ങനെയെന്ന് നോക്കിയാലോ കൂട്ടുകാരെ. വിശേഷാവസരങ്ങളിൽ ഗ്രാമത്തിൽ കാളവണ്ടി ഓട്ട മത്സരം, കോഴിപ്പോര് ഒക്കെ പതിവായിരുന്നു. ഒരിക്കൽ കാളവണ്ടി ഓട്ട മത്സരം നടക്കുകയായിരുന്നു.
ഇതുകണ്ട് സഹിക്കവയ്യാതെ നെഞ്ചുരുകുന്ന വേദനയോടെ സത്യൻ കൂട്ടുകാരോട് പറയും, നോക്കൂ, അത് നിന്റെ വീട്ടിലെ വണ്ടിയാണ്. നിന്റെ അച്ഛനോട് പറയൂ, ആ സാധു കാളകളെ ഇങ്ങനെ തല്ലരുതെന്ന്. ഇനി ഇത് ഉണ്ടാകാതിരിക്കാൻ നീ ശ്രമിക്കണം. ഇങ്ങനെ കൂട്ടുകാരിലൂടെ മുതിർന്നവരിലുള്ള മത്സര പ്രവണത സത്യൻ കുറച്ചുകൊണ്ടുവന്നു. സത്യന്റെ ധാർമ്മിക രോഷം, സങ്കടം അവരിൽ ചലനമുണ്ടാക്കി. പല രീതിയിൽ ഗ്രാമത്തിലെ കളങ്കങ്ങൾ ഓരോന്നായി സത്യൻ കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരുന്നു. സത്യന്റെ ഉപദേശങ്ങൾ ഒരു വിഭാഗം സ്വീകരിച്ചു. അതേസമയം ഒരു ചെറുവിഭാഗം തള്ളിക്കളയുകയും ചെയ്തു. അവർ ചിന്തിച്ചു, വെങ്കപ്പയുടെ പുത്രൻ നമ്മുടെ മക്കളെയൊക്കെ ഉശിരില്ലാത്തവരാക്കും. അവൻ അങ്ങനെ വലിയ ഉപദേശിയൊന്നും ആകണ്ട. ഒരിക്കൽ സത്യനെ കണ്ടപ്പോൾ ഇവർ പറഞ്ഞു, ജാതിയില്ല, മതമില്ല, സസ്യാഹാരം മാത്രം മതി എന്നൊക്കെ പറഞ്ഞ് നീ ഞങ്ങളുടെ കുട്ടികളെ വഴിതെറ്റിക്കുകയാണ്. ഭയരഹിതനായി ശാന്തനായി സത്യൻ പറഞ്ഞു, ഒരൊറ്റ മതമേ ഉള്ളൂ, അത് പ്രേമം. ഒരൊറ്റ ജാതി, മനുഷ്യജാതി. ഒരേയൊരു ഈശ്വരൻ, അത് സർവവ്യാപി. എനിക്കാരെയും ഭയമില്ല. സത്യം പറയുന്നതിൽ ഞാൻ എന്തിനു ഭയക്കണം? ഈ ലോകം മുഴുവനും നേടിയെടുക്കാൻ എനിക്ക് സത്യമെന്ന ആയുധം മാത്രം മതി. എതിർക്കാൻ കരുത്തു പോരാതെ അവർ നാവടക്കി മടങ്ങി. തൻ്റെ മകൻ അതിരുകൾ ലംഘിക്കുന്നു എന്ന് കരുതി പിതാവ് വെങ്കപ്പരാജു മുതിർന്നവരോട് അപ്രകാരം സംസാരിക്കരുതെന്ന് പറയുമായിരുന്നു. പക്ഷേ സത്യന്റെ മറുപടി ഇതായിരിക്കും, സത്യം പറയുന്നതിൽ എന്തിനു മടിക്കണം? സത്യന്റെ വാക്കുകൾ ഗ്രാമത്തിൽ ഐശ്വര്യം വളർത്തിക്കൊണ്ടിരുന്നു. അതേസമയം ഒരു വിഭാഗം സത്യനോട് വൈരം പുലർത്താനും തുടങ്ങി. അത്ഭുത ബാലൻ. ഒരിക്കൽ ചിത്രാവതി തീരത്ത് ഒരു ദിവ്യ നാടകം അരങ്ങേറി. ഒരു ഉത്തര മൺസൂൺ കാലം. എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം, പെയ്യാതിരിക്കാം. വെങ്കമ്മയ്ക്ക് ചെറിയൊരു വീട് പണിത് കൊണ്ടിരിക്കുകയായിരുന്നു. മണ്ണു കുഴച്ച് വേവിച്ച് ഇഷ്ടിക ഉണ്ടാക്കിയാണ് വീട് നിർമ്മാണം. അന്ന് നല്ല വെയിലായിരുന്നു. അപ്രതീക്ഷിതമായി കാർമേഘം ഉരുണ്ടുകൂടി. ഇപ്പോൾ മഴ പെയ്താൽ നിമിഷങ്ങൾക്കകം പച്ച ഇഷ്ടികകൾ ചെളിക്കൂനായി മാറും. എല്ലാവരും എത്രയും വേഗം ഓല കൊണ്ടുവന്ന് ഇഷ്ടിക മൂടാൻ തീരുമാനിച്ചു. അയ്യോ, ഇതിനു മാത്രം ഓല എവിടുന്ന് കിട്ടും? ആരോ തിരക്കി. എല്ലാവരും ആവശ്യത്തിനുള്ള ഓലകൾ സംഘടിപ്പിക്കാൻ ചിത്രാവതി നദീതീരത്തേക്ക് ഓടി. പെട്ടെന്ന് കൊച്ചു സത്യൻ നിന്നു. ആകാശം ഭീകരമായി ഇരുണ്ടു. അവർ ഓലയുമായി വരുമ്പോഴേക്കും മഴ കനക്കും. സത്യൻ ഉടനെ വിളിച്ചു പറഞ്ഞു, നിൽക്കൂ. ആജ്ഞ കേട്ട് എല്ലാവരും നിന്നുപോയി. കുഞ്ഞു സത്യൻ ചൂണ്ടുവിരൽ ആകാശത്തേക്ക് ചൂണ്ടി ആജ്ഞാശക്തിയോടെ പറഞ്ഞു, വെങ്കമ്മ, ഇനി മഴ പെയ്യില്ല. എല്ലാവരും സ്തംഭിച്ചുപോയി. കൂട്ടം കൂടിയെത്തിയ കറുത്ത മേഘങ്ങൾ ചിന്നിച്ചിതറി. ദ്വാപരയുഗത്തിൽ ഇന്ദ്രകോപം പെരുമഴയായി വൃന്ദാവനത്തെ പ്രളയത്തിലാഴ്ത്തുവാൻ ഒരിക്കൽ ഒരുമ്പെട്ടപ്പോൾ കാർവർണ്ണൻ ഗിരിധര ഗോപാലനായി ഗോവർദ്ധന പർവ്വതം കുടയായി ചൂടി വ്രജത്തെ പരിപാലിച്ചു. അക്കഥ ദേവേന്ദ്രൻ മറന്നു കാണില്ല. ഇന്ന് ആ ചൂണ്ടുവിരൽ ഉയർന്നതും ഭഗവാന്റെ അതൃപ്തി ഭയന്ന് ഇന്ദ്രസേനയായ കാർമേഘങ്ങൾ
സ്ഥലമൊഴിഞ്ഞു. കൂട്ടുകാരെ, ചെറിയ പ്രായത്തിൽ തന്നെ നമ്മുടെ ഭഗവാൻ എത്ര മനോഹരമായിട്ടാണ് താൻ തന്നെയാണ് ഈശ്വരൻ എന്ന സൂചന വെളിപ്പെടുത്തിയിരുന്നത്. അടുത്ത എപ്പിസോഡുകളിൽ കൊച്ചു സത്യൻ്റെ കഥകൾ ഇനിയും നമുക്ക് തുടർന്ന് കേൾക്കാം. സായിറാം.